ഭാരതീയ വാസ്തുവിദ്യയും ചൈനീസ് വാസ്തുവിദ്യയും ഒത്തുചേരുന്നു ഫെങ് ഷുയി. ഫെങ് ഷുയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ഷാജി കെ നായർ. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. കഴിഞ്ഞ കുറേ എപ്പിസോഡായിട്ട് നമ്മൾ ഫെങ് ഷുയെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലാത്രയും ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയെ കുറിച്ചും അതേപോലെ തന്നെ വീട് എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യണം. അതിനകത്ത് ശരിക്കും പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട് ഈ ബേസിക് ഫെങ് ഷുയെ കുറിച്ചുള്ള. ബേസിക് ഫെങ് ഷു എന്ന് പറയുമ്പോൾ ഈ ഗാർഡ് ഗട്ട്സുകളൊക്കെ വെച്ച് ടൂളുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പം എന്താണ് സാർ അതിനെക്കുറിച്ച് പറയാത്തത്? അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അതിനെക്കുറിച്ച് അതിൻ്റെ ലാഫിംഗ് ബുദ്ധ ഇങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വിശദമായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു തരാൻ പറ്റും. ലാഫിംഗ് ബുദ്ധ എന്ന് പറയുമ്പോൾ ശരിക്കും ഫെങ് ഷുയുടെ ഒരു മെയിൻ ടൂളാണ് ലാഫിംഗ് ബുദ്ധ. പല ആൾക്കാരും ഇത് കുബേരൻ, കേരളത്തിലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇതിന് കുബേരൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിന് ശരിക്കും പറഞ്ഞാൽ ലാഫിംഗ് ബുദ്ധ, അത് ബൗദ്ധൻ, അതായത് ബുദ്ധ സന്യാസ ജീവിതം നയിച്ച് മരണപ്പെട്ട ആൾക്കാരാണ് ബുദ്ധന്മാരെന്ന് പറയാറ്. ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഇതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-22ഓളം ടൈപ്പ് ലാഫിംഗ് ബുദ്ധയുണ്ട്. എല്ലാത്തിനും ഓരോ ഉപയോഗങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ലാഫിംഗ് ബുദ്ധയുടെ മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അപ്പം സാധാരണ എന്താ പറയുക, പെൻഷൻ ജീവിതമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ലാഫിംഗ് ബുദ്ധ എന്ന് ഇരിക്കുന്ന ടൈപ്പുള്ള ലാഫിംഗ് ബുദ്ധ ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കേണ്ടത് എപ്പോഴും സ്റ്റാൻഡിങ് ടൈപ്പ്, നിൽക്കുന്ന ടൈപ്പ് ലാഫിംഗ് ബുദ്ധയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ശരിക്കും ഫ്രീ ആയിട്ടുള്ള വെറും ലാഫിംഗ് ബുദ്ധ മാത്രം കിട്ടും, ഓപ്പൺ മാർക്കറ്റിൽ കിട്ടാറുണ്ട്. മണി സ്ട്രിങ്സ് ഉള്ള ലാഫിംഗ് ബുദ്ധ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ഇത് അമ്പർല ഉള്ളതുണ്ട്. പിന്നെ ട്രീ ഓഫ് ലക്ക് ഉണ്ട്, പീച്ച്, റൂയി എന്ന് പറയുന്ന പല പല ഐറ്റങ്ങളുള്ള ലാഫിംഗ് ബുദ്ധകൾ. ഈ ഓരോ ഐറ്റങ്ങൾക്കും ഓരോ പ്രത്യേകതകളാണ് അതിനകത്ത് വരുന്നത്. ശരിക്കും ലാഫിംഗ് ബുദ്ധയിൽ തന്നെ പല ടൈപ്പുകളുണ്ട്. സെറാമിക്കിലുണ്ട്, പോളിക്രോമിലുണ്ട്. എപ്പോഴും ഇതിനകത്ത് ഈ പൊള്ളയല്ലാത്ത നല്ല സ്ട്രോങ് ആയിട്ട് കട്ടയായിട്ടുള്ള ലാഫിംഗ് ബുദ്ധയാണ് ഏറ്റവും പവർഫുൾ. കാരണം വെച്ചാൽ ഇത് നമുക്ക് എനർജൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് എനർജൈസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ആ എനർജി നിൽക്കണമെങ്കിൽ എന്താണ്, ഇതിനകത്ത് ഈ ഇതിൻ്റെ ഉൾഭാഗം ബ്ലാങ്ക് ആവരുത്, നല്ല ടൈറ്റ് ആയിരിക്കും, എപ്പോഴും ടൈറ്റ് ആയിരിക്കണം. അതിനകത്ത് ലാഫിംഗ് ബുദ്ധ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ലാഫിംഗ് ബുദ്ധ. ആദ്യം ലാഫിംഗ് ബുദ്ധയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും വീടുകളിൽ നമ്മൾ ലാഫിംഗ് ബുദ്ധ വാങ്ങുമ്പോൾ ചെറിയ ലാഫിംഗ് ബുദ്ധ പാടില്ല. ഒരു മിനിമം ഒരു 5 ഇഞ്ച് ഹൈറ്റുള്ള ലാഫിംഗ് ബുദ്ധയെങ്കിലും നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. 5 ഇഞ്ച് ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാന വാതിലിൽ നിന്ന് നോക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ വീടിൻ്റെ ഉള്ളിൽ ലെഫ്റ്റിലോ റൈറ്റിലോ ആണ് നമ്മളത് വയ്ക്കേണ്ടത്. എന്തിനാണ് ഈ 5 ഇഞ്ച് ഹൈറ്റുള്ള വയ്ക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ വരുമ്പോൾ അവർക്ക് സ്ട്രൈക്ക് ചെയ്യണം, അവർക്ക് പെട്ടെന്ന് കാണത്തക്ക രീതിയിലാണ് അത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അല്പം വലിപ്പമുള്ളൊരു ലാഫിംഗ് ബുദ്ധ നമ്മൾ വാങ്ങണം. ആ ലാഫിംഗ് ബുദ്ധ വാങ്ങിച്ചിട്ട് സ്വാഭാവികമായിട്ട് എല്ലാ ലാഫിംഗ് ബുദ്ധയും നമുക്ക് വാങ്ങിച്ച് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ സെപ്പറേറ്റ് ലാഫിംഗ് ബുദ്ധ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന കുറേ ഐറ്റങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഓരോന്നിനും ഓരോ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം വീട്ടിലെപ്പോഴും ടെൻഷൻ, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ഉള്ള വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പ്രയർ ബീഡ്, അതായത് ഒരു മാല ധരിച്ചിട്ട് കൊണ്ടുള്ള ലാഫിംഗ് ബുദ്ധ ഉണ്ട്. എല്ലാത്തിലും അതുണ്ടാവത്തില്ല, അത് പ്രത്യേകിച്ച് സെലക്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. കാരണം വീട്ടിനകത്ത് അച്ഛനമ്മമാർ തമ്മിലുള്ള വഴക്ക്, കുട്ടികൾ തമ്മിലുള്ള വഴക്ക്, അല്ലെങ്കിൽ അമ്മായി മരുമോള്, ഇങ്ങനെ വഴക്കൊക്കെ ഏറ്റവും കൂടുതലുള്ള വീടുകളിലൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ലാഫിംഗ് ബുദ്ധ, അതിൽ ശ്രദ്ധിക്കേണ്ടത് പ്രയർ ബീഡ്, ഈ മാല ഉള്ള ടൈപ്പ് ലാഫിംഗ് ബുദ്ധ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് അതിനകത്ത് പരിഹരിക്കാൻ പറ്റും. അതിൽ സെൻറ്ററിൽ ഈ ഒരു ലോക്കറ്റ്, ഇതിനകത്തുള്ള ഈ ലോക്കറ്റ് വരുന്നതും അത് റെഡ് ഒരു കളറാണ്. കാരണം റെഡാണ് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവായിട്ട് എനർജീസ് അതാണ് റെഡ്. അപ്പോൾ ഈ പ്രയർ ബീഡുള്ള ലാഫിംഗ് ബുദ്ധ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ വീടുകളിൽ, പല വീട്ടിൽ ചില വീട്ടിൽ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാകുക, അതിനകത്ത് ഈ പീച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം, ഈ പീച്ച് എന്ന് പറയുമ്പോൾ ലാഫിംഗ് ബുദ്ധയിൽ ഉണ്ട്, ഈ ഒരു ഐറ്റം നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. ഈ ഒരു ചെറിയൊരു ഐറ്റം, അതെ, ഒരു ചെറിയൊരു ഐറ്റം നമുക്ക് ടോപ്പിലല്ല, ഈ ഇരിക്കുന്ന ഒരു ഐറ്റം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്ഥാപനങ്ങൾ, നമുക്ക് അംഗീകാരമാണ് കൂടുതൽ നമുക്ക് ആവശ്യം. കാരണം ഈ നമ്മളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ, നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നതിനകത്തുള്ള റിസൾട്ട് കിട്ടാത്ത അവസ്ഥയ്ക്കുള്ള ആ ഷോപ്പുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീടുകളിലോ ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് റൂയി, ഇതുണ്ടല്ലോ,
ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ അംഗീകാരത്തിൻ്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തടസ്സങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി തരുവാനുള്ള ഒരു കഴിവാണ് അതിനകത്തുള്ളത്. പിന്നെ ഇങ്കോട്ടുണ്ട്, അത് അംഗീകാരത്തിൻ്റെ ഒരു സിമ്പലാണ് ഇങ്കോട്ട്. അതായത് ഒരു വള്ളം പോലെ ഇരിക്കുന്ന സാധനം, അതും അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മണി സ്ട്രിങ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീ ഓഫ് ലക്ക്, നമ്മുടെ പുതിയ തുടക്കം കാര്യങ്ങൾ, ഇതിനൊക്കെ ഓരോന്നിനും ഓരോ രീതിയിൽ അതൊക്കെ ഞാൻ വിശദമായിട്ട് ഓരോ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ലാഫിംഗ് ബുദ്ധ വാങ്ങി നമ്മൾ എവിടെയാണ് വീട്ടിൽ പ്ലേസ് ചെയ്യേണ്ടത്. പ്രധാന വാതിലിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ, വീടിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ 2 കോർണർ കാണും. ലിവിങ് റൂം ആയിരിക്കും എല്ലാ വീട്ടിലും ചെന്ന് കയറുന്നത്. ആ 2 കോർണറിൽ ഏതെങ്കിലും ഒരു കോർണറിൽ തറയിൽ നിന്ന് 35 അതായത് 35 ഇഞ്ച് ഹൈറ്റിൽ, അതായത് നമ്മുടെ വ്യൂ പോയിന്റിൽ നമ്മുടെ കഴുത്തിൻ്റെ അത് കുറച്ചും കൂടെ ഹൈറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് കാണണം. ഒരാൾ വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കാണത്തക്ക രീതി, കാരണം തീരെ താഴ്ന്നിരുന്നാലും വളരെ ഹൈറ്റ് ഇടുന്നാലും കാണാൻ പറ്റത്തില്ല. അപ്പോൾ കാണത്തക്ക രീതിയിലാണ് ലാഫിംഗ് ബുദ്ധ പ്ലേസ് ചെയ്യേണ്ടത്. അത് പുറത്ത് പ്രധാന വാതിലോട്ട് നോക്കിയിരിക്കണം. പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഇത് വടക്കോട്ടാണോ വെക്കേണ്ടത് തെക്കോട്ടാണോ വെക്കേണ്ടത്? അങ്ങനെയൊന്നുമില്ല. ഏത് വീടിനും പുറത്തുനിന്ന് ആൾക്കാർ കടന്നു വരുന്ന ആ വാതിലോട്ട് നോക്കിയാണ് ലാഫിംഗ് ബുദ്ധ വെക്കേണ്ടത്. അപ്പം ഈ ലാഫിംഗ് ബുദ്ധ വെറുതെ വെച്ചാൽ മാത്രം പോരാ. ശരിക്കും നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ലാഫിംഗ് ബുദ്ധയെ നമുക്ക് വേണ്ടി സൂട്ടബിൾ ആക്കണം, അതായത് എനർജൈസ് ചെയ്യണം നമുക്ക് വേണ്ടി. അപ്പം നമുക്ക് വേണ്ടി എനർജൈസ് ചെയ്യുന്നത്, ഇപ്പോൾ ഏത് ടൈപ്പ് ലാഫിംഗ് ബുദ്ധ നമ്മൾ വാങ്ങിയാലും വയ്ക്കേണ്ട പൊസിഷൻ ഇതാണ്. പിന്നെ എങ്ങനെ എനർജൈസ് ചെയ്യാൻ പറ്റും? ഓക്കെ, ആ എനർജൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ടൈപ്പിൽ. സിമ്പിളായിട്ടുള്ളതാണെങ്കിൽ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിനകത്ത് റോസ് വാട്ടർ, നമ്മൾ ഓപ്പൺ മാർക്കറ്റിലൊക്കെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഒത്തിരി കിട്ടും റോസ് വാട്ടർ. ഒരു റോസ് വാട്ടർ കിട്ടിയില്ലെങ്കിൽ പോലും ഒരു വെള്ളമെടുത്തതിന് ശേഷം ഈ നമ്മുടെ തുളസി ഇല ഉണ്ടല്ലോ, കുറച്ച് തുളസി ഇല അതിനകത്തിടുക, കുറച്ച് ഭസ്മം അതിനകത്തിടുക, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനു ശേഷം ഒന്നുകിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ ഈ ഒരു തുളസി ഇലയും ഭസ്മം ചേർത്തിട്ടുള്ള ആ ഒരു ഇത്, അതിനൊരു ഗ്ലാസ് എടുക്കുക, ഒരു 6 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. 6 പ്രാവശ്യമായിട്ട് ഒഴിക്കുക. ഫുൾ ഗ്ലാസ് ഫില്ല് ചെയ്യണമെന്നില്ല, പകുതിയായിരുന്നാലും മതി. ഒരു 6 പ്രാവശ്യം ഇങ്ങനെ ഒഴിക്കുക. നമ്മൾ ഇടത് കയ്യിൽ വെച്ചാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നമ്മുടെ ഇടത് കയ്യിൽ വെച്ച് ഇങ്ങനെ പിടിക്കുക, ഒരു 6 ഗ്ലാസ് വെള്ളം എടുത്ത് എൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കുക. ഓക്കെ, ഒഴിച്ചതിന് ശേഷം ഇത് തുടയ്ക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഒഴിച്ചിട്ട് തുടയ്ക്കാതെന്ന് വെച്ചിട്ട് ഒരു ചന്ദനത്തിൽ കത്തിച്ചതിന് ശേഷം ഇങ്ങനെ പിടിക്കുക. ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടത് കൈയുടെ ഭാഗത്തോട്ട് 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ചന്ദനത്തിൽ നിന്ന് കുടയുക, വീണ്ടും പിടിക്കുക, ക്ലോക്ക് വൈസിൽ 6 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം, ക്ലോക്ക് വൈസ് 6 പ്രാവശ്യം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എനർജൈസ് ആകും. അതെങ്ങനെ അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കൈ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ചെറിയൊരു തണുത്ത കാറ്റ് നമ്മൾ ആ കയ്യിലടിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടാവും. റൈക്കിയൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ അത് എത്ര ഡിഗ്രി എത്ര ഫീറ്റ് വരെ ലെങ്ത് ഉണ്ടെന്നുള്ള കാര്യം അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു എന്താ പറയുക, ഒരു എയർ ടൈറ്റ് നമുക്ക് അറിയാൻ പറ്റും. റൈക്കിയൊക്കെ ചെയ്യുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം അതാണ് ഇതിൻ്റെ എത്ര മീറ്റർ ലെങ്തിൽ വരെ ഇതിൻ്റെ എനർജി നിൽക്കുന്നു എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത, ഇപ്പം കളർഫുള്ളായിട്ട് വീട്ടിൽ ഇരിപ്പുണ്ട് ഈ സാധനം. ആരെങ്കിലും വിശേഷിച്ചൊരു ഗസ്റ്റ് ആരെങ്കിലും പിന്നെ ഇത് കൊള്ളാലോ എന്ന് ഓടിച്ചെന്ന് ഇതങ്ങ് എടുക്കും. ഈ എടുക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ആ എനർജി നമ്മൾ എനർജൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചാർജ് ഡിസ്ചാർജ് ആവും. അതെപ്പോഴും ആൾക്കാർ ഇപ്പം പല വീടുകളിലും ഞാൻ ലാഫിംഗ് ബുദ്ധ കൊടുക്കുമ്പോൾ അവിടെ പറയാറുണ്ട്, വീക്കിലി നിങ്ങളിത് എനർജൈസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. കാരണം ഇത് വിശേഷിച്ച് ആരെങ്കിലും വന്നത് എടുക്കുകയാണെങ്കിൽ അത് ഡിസ്ചാർജ് ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ എനർജൈസ് ചെയ്യണം. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതേപോലെ എനർജൈസ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ആയിരിക്കും നമ്മുടെ വീട്ടിൽ കിട്ടുന്നത്. അതായത് മെയിൻ ഡോറിന്റെ ഫ്രണ്ട് മീൻസ് ഏത് റൈറ്റ് ലെഫ്റ്റ് ഏത് ഭാഗത്തായാലും ഇതിന് റൈറ്റിലാണ് കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ റൈറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഡോറൊക്കെ ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റിൽ വെച്ചാൽ മതി. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലാഫിംഗ് ബുദ്ധ എപ്പോഴും വാങ്ങുമ്പോൾ മിനിമം 5 ഇഞ്ച് ഹൈറ്റ്, കാരണം ഒരാൾ കാണണം, പെട്ടെന്ന് കാണത്തക്ക രീതിയിലുള്ള ലാഫിംഗ് ബുദ്ധ ആയിരിക്കണം വാങ്ങേണ്ടത്. അത് വയ്ക്കേണ്ടത് വീടിൻ്റെ ലിവിങ് റൂമിൽ ഉള്ളിൽ വെച്ചിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കണം. ഒരാൾക്ക് വരുമ്പോൾ ഫസ്റ്റ് കാണേണ്ട അതിനെയാണ്, അത് എനർജൈസ് ചെയ്യണം. അത് ആൻറ്റി ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് എനർജൈസ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും എപ്പിസോഡിൽ ലാഫിംഗ് ബുദ്ധകളെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോട്ട് ചെയ്തതിനു ശേഷം വിളിക്കുക. നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നപരിഹാരം ചെയ്തു തരാം. നമസ്കാരം.